ഇന്ന് നമ്മൾ ഒഴിച്ച് അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൾ ഉണക്കല്ലരി മട്ടൻ്റെ പച്ചരി അരച്ചിട്ട് അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. സൂപ്പറാണ്, കണ്ടോക്കെ. അപ്പോൾ അതിനു വേണ്ടി ഒരു 2 കപ്പ് ഉണക്കല്ലരി വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഒരു 4 മണിക്കൂർ ഈ അരി നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇനി ഇതിൽ ഒരു ഫില്ലിങ്ങിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ശർക്കര ഉരുക്കി വയ്ക്കുന്നുണ്ട്. 250 ഗ്രാം ശർക്കര ഉരുക്കിയിലേക്ക് 2 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്കയും ചെറിയ ജീരകം കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൽ കുതിർത്ത് വെച്ച മട്ട പച്ചരി നന്നായി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വാട്ടിയ വായലെടുത്തിട്ടുണ്ട്. ഇനി വായലേക്ക് അരച്ച ആ പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊന്നിട്ട് പരത്തി കൊടുക്കുക. ഇനി ശർക്കര പഴം ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നിട്ട് മടക്കിയെടുക്കുക. ഇനി സൈഡും ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇനി ഇത് ആവി കയറ്റി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും സ്റ്റീമറിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്നു നോക്കാം. ഇനി ഓരടി ഇതിങ്ങനെ എടുത്ത് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് ചായ ഉണ്ടായിക്കോട്ടെ. അവിടെ ഒന്ന് തുറന്നു നോക്കാം. ഇനി അവിടെ ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടാ. ഈ മട്ടരി ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കണം. മറ്റേ പച്ചരി നമ്മൾ സാധാ വെള്ള പൊടി പച്ചരി ഉണ്ടാക്കിയാൽ ഈ ടേസ്റ്റ് കിട്ടില്ല. അത് ഉണ്ടാക്കാം. പക്ഷേ ഈ ഉണക്കല്ലരി പൊടിച്ച് അരച്ചിട്ടുണ്ടാക്കുക ഇതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി. എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ് ട്ടാ. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ ഓക്കേ.